യോഹന്നാൻ 16:7-11 വരെ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. യേശു കർത്താവ് ഒന്നുകൂടെ പറയുവാണ്, ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്. ഓക്കെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം തന്നെ. ശിഷ്യന്മാരോട് പറയുവാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു വലിയ പ്രയോജനം ഉണ്ടാവാൻ പോവാണ്. എന്തോ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം നടക്കാൻ പോവാണ്. വായിക്കാം. ഞാൻ പോകാതിരുന്നാൽ അതെ, ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആശ്വാസപ്രദൻ, നമുക്ക് വേദനകൾ വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ പ്രിയമുള്ളവർ? എത്രയോ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം തകർന്നിരുന്ന സമയത്ത്, നമ്മൾ വേദനയിലായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. മറ്റാരും കാണാതെ നമ്മൾ ഒറ്റയ്ക്ക് കരഞ്ഞ സമയങ്ങളിൽ, ഒറ്റയ്ക്ക് ഇരുന്ന സമയങ്ങളിൽ, ലോകം പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മളെ കൈവെടിഞ്ഞ സമയത്ത് ആരും അറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ സമാധാനം നിറച്ച് നമ്മളെ ആശ്വസിപ്പിച്ച ആ ഒരു പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിനെ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ഞാൻ പോയാൽ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന്, അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്തൊക്കെ ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. യഹൂദന്മാരെ യേശുവിൽ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ നീ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ അവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് പിന്നീട് എഴുന്നേറ്റെന്ന് ശക്തിയോടുകൂടെ പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാരുടെ ഉള്ളിൽ കുത്തുകൊണ്ടു. ഈ കുത്തു കൊള്ളിച്ചതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു പാപബോധ്യം വരുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ് ആ ഒരു ബോധ്യം തരുന്നത്. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. രണ്ടാമതായി നീതി. എന്താണ് നമ്മൾ നീതിമാനാകാൻ വേണ്ടി ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ നീതി എന്താണ്? ആ നീതിയിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായിട്ട് കഴിയും? ആ വഴികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. 3, ന്യായവിധി. ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കാതിരുന്നാൽ, ദൈവത്തെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ന്യായവിധി എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ പ്രസംഗിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവർ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കണം, ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കണം, നീതിയെക്കുറിച്ചും പഠിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ. അല്ലാതെ പാപത്തെക്കുറിച്ച് പറയാതെ, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയാതെ, ന്യായവിധിയെക്കുറിച്ച് പറയാതെ, മറ്റുള്ളവർക്ക് എൻകറേജ് ചെയ്യുന്ന വചനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്നൊന്ന് സംശയിക്കേണ്ടതായിട്ട് വരും.